ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുതിയൊരു മോക്ക് ടെസ്റ്റ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ സ്റ്റഡി പ്ലാൻ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 1 തൊട്ട് എങ്ങനെയായിരുന്നു സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള പ്ലാൻ അനുസരിച്ച് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ സാറ്റർഡേ ഇനിയും നിങ്ങൾക്ക് സമയം പോയിട്ടില്ല. ഇനി നമുക്ക് പ്ലാൻ അനുസരിച്ച് റിമൈനിങ് മോഡ്യൂൾസ് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പം മോക്ക് ടെസ്റ്റിന് എല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ്. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ കാണിക്കും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നോക്കാം. ഈ ചാനലിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്നുള്ളതും നോക്കാം. അപ്പം മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം അടുത്ത മോഡ്യൂൾ 8ൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് പ്രീവിയസ് മോഡ്യൂൾസിലൊന്നും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ മോഡ്യൂളിൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് ആണ്. നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമ്മൾ ഓരോ ക്വസ്റ്റിനും 30 സെക്കൻഡ് ആദ്യമേ തരും. അത് കഴിഞ്ഞ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു 10 സെക്കൻഡ് തരും. അപ്പോൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇൻസ്ട്രക്ഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ മോക്ക് ടെസ്റ്റിന് മുമ്പ് പ്രീവിയസ് ഉള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മേളിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ആദ്യമേ 30 സെക്കൻഡ് ഓരോ ക്വസ്റ്റിനും 30 സെക്കൻഡ് വെച്ച് തരും. ആ 30 സെക്കൻഡിൽ നിങ്ങളത് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ ആൻസർ ചെയ്ത കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു 10 സെക്കൻഡ് കൂടെ തരും. നമ്മൾ ആക്ച്വൽ PSC എക്സാമിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്ത ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇത് വീഡിയോയുടെ കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഷെയർ ചെയ്യാം. അതിനനുസരിച്ചുള്ള സ്കോർ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ ഉത്തരവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് PSCയുടെ ബോർഡിൽ തന്നെയാണ്. ശരി ഉത്തരമാണ് 1 മാർക്കും, തെറ്റുത്തരമാണ് 1/3 മാർക്കുമാണ് നഷ്ടപ്പെടുക. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് പരീക്ഷയിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ.
ഓക്കെ, ഇനി നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയമാണ്. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിവ്യൂ ചെയ്യാം. ഓരോ 10 സെക്കൻഡ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കിട്ടും. അതൊന്ന് റിവ്യൂ ചെയ്ത് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. So let's start. ഓക്കെ, അപ്പം ഈ മോഡ്യൂളിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോർ അറിയുക, അടുത്ത മോഡ്യൂളിലേക്കുള്ള പ്രിപ്പറേഷൻ തയ്യാറാകുക. അപ്പോൾ അതിന് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ 20-ാം തീയതി നവംബർ 20-ാം തീയതി ഒരു ഫുൾ ലെങ്ത് ലൈവ് മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ കേരള PSC ടെക്നിക്കൽ ഗൈഡ് എന്ന് പറയുന്ന ഈ ചാനൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ബിൽഡറിന് വേണ്ടി തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഡെയിലി നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് ഡെയിലി പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ എന്താ നോക്കിയിട്ടില്ലെങ്കിൽ കസാരമില്ല, നിങ്ങൾക്ക് ഈ ഷോർട്സ് ഓരോന്നും പഠിച്ചാൽ മതി. നമുക്ക് ഡെയിലി ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അതുകൂടാതെ നമ്മൾ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ തന്നത് ഒക്ടോബർ 1 തൊട്ട് നവംബർ 20-ാം തീയതി പഠിച്ചു തീരുന്നവരെ ഒരു സ്റ്റഡി പ്ലാനാണ് പ്രിപ്പയർ ചെയ്ത് തന്നത്. അതിനനുസരിച്ച് ഓരോ മോഡ്യൂളിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇതുവരെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള പ്രീവിയസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഒന്ന് റെഡി ആയിരിക്കുക. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ റിമൈനിങ് ഡേയ്സിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ആസ് പെർ പ്ലാൻ. ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആസ് പെർ പ്ലാനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ചുണ്ടാവും. അതുകൂടാതെ അറ്റ് ദി എൻഡ് 90 മിനിറ്റ്സ് നമ്മൾ ആക്ച്വൽ PSC എക്സാമിന് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 90 മിനിറ്റ്സിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 90 മിനിറ്റ്സിലൊരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നടത്താൻ, ലൈവ് മോക്ക് ടെസ്റ്റ് നടത്താനാണ് പ്ലാൻ. അപ്പോൾ അതിനും നിങ്ങളെല്ലാം റെഡി ആയിരിക്കുക. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടും. ഓരോ മോഡ്യൂളിൻ്റെയും മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. ഇപ്പോൾ 90 മിനിറ്റ്സ് ലൈവ് മോക്ക് ടെസ്റ്റിന് എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത മോക്ക് ടെസ്റ്റ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അടുത്ത മോക്ക് ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 15th നവംബർ ആണ്. മോഡ്യൂൾ 9ൻ്റെ മോക്ക് ടെസ്റ്റ് നവംബർ 15th പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പ്ലാസ്മ കട്ടിങ്, 9th മോഡ്യൂൾ പ്ലാസ്മ കട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇനി 2 മോഡ്യൂൾ കൂടെ ഉള്ളൂ. അപ്പോൾ പ്രിപ്പറേഷൻ ഒന്ന് സ്പീഡപ്പ് ആക്കുക, എല്ലാവരും ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് സ്പീഡപ്പ് ആക്കുക. അപ്പം എല്ലാവരും ക്രാക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ക്രാക്ക് ചെയ്യുമെന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.